ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ക്രിസ്മസ് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. വീട്ടിൽ നിന്നല്ലാതെ എൻ്റെ ആദ്യത്തെ ക്രിസ്മസ്. ഈ ഫിനിഷ് ഫാമിലിയോടൊപ്പമുള്ള ക്രിസ്മസ് ഈവിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 2 ആയിട്ട്. ഇതാണ് ജോൺസു മെയിൻ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ബസ്സും ട്രെയിനും ഒക്കെ കയറുന്നത്. ബസ് വരാൻ ഏകദേശം 1 hour ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു വെക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊന്ന് റിഫ്രഷ് ആകാമെന്ന് വെച്ചപ്പോഴോ കോള് വിളിച്ചാലേ ഈ ഡോർ അൺലോക്ക് ആവത്തുള്ളൂ. എന്തൊരു കഷ്ടം. ഞങ്ങൾ ഫ്ലിക്സ് ബസ്സിനാണ് കൂപ്പിയോ വരെ പോകുന്നത്. ഇവിടെ നിന്ന് 2 മണിക്കൂറുണ്ട് കൂപ്പിയോ, അവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ട് ഇസാൽമി. ഈ ബസ് കഴുകാറില്ലെന്ന് തോന്നുന്നു, മുഴുവനും പൊടിയായിരുന്നു. വിൻ്റർ സീസണിൽ ഫിൻലൻഡിൽ യാത്ര ചെയ്യുക എന്നുള്ളത് എൻ്റെ എക്കാലത്തെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. ഇത്തവണ മഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒരു ഡാർക്ക് വെതറായിരുന്നു. എനിക്ക് ബസ്സിലിരുന്നാൽ കാണുന്നത് ആകെ ഇത്രയും ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോഗ്രാഫർ ഇദ്ദേഹമായിരുന്നു. എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ കൂപ്പിയോ വരെ നല്ല ഉറക്കമായിരുന്നു. പോകുന്ന വഴിയിൽ കുറച്ച് ഭാഗത്ത് മഞ്ഞും കുറച്ച് ഭാഗത്ത് പച്ചപ്പും. അങ്ങനെ കൂപ്പിയോ എത്തി. വൈകാതെ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ അമ്പലച്ചേട്ടൻ ആൻഡ് ഫാമിലി വന്നായിരുന്നു. ഈ അമ്പലച്ചേട്ടൻ ഹസ്ബൻഡിൻ്റെ പഴയ ക്ലാസ്മേറ്റാ. ഇവർ രണ്ടും അങ്കമാലിക്കാരാണ് താനും. ക്രിസ്മസിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഞങ്ങൾ നിർത്തിയായിരുന്നു. അപ്പോഴാണ് ഈ രസകരമായ ഈ സാധനം കണ്ടത്. മാങ്ങയുടെ പടവുള്ള ഈ ബോട്ടിലുകളിൽ ചക്കച്ചുളകൾ. അവിടുന്ന് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ വിട്ടു. അങ്ങനെ അമലച്ചേട്ടനും ഈ പറഞ്ഞ ആശാനും ഫാമിലിയും എല്ലാം കൂടി ഞങ്ങൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാം. ഈ കാണുന്ന വിറക് പുരയിന്ന് വിറകെടുത്താണ് ഇവിടെ കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യുന്നത്. മഞ്ഞൊന്നും ഇല്ല, മഞ്ഞുണ്ടായിരുന്നേ കുറച്ചും കൂടെ രസമായിരുന്നേനെ. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിക്കൻ എല്ലാം പുരട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്.
ആശാൻ എന്ന് വിളിക്കുന്ന മറ്റൊരു അങ്കമാലിക്കാരൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. ഈ കേക്ക് ആശാൻ ഉണ്ടാക്കിയതായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ആശാന്റെ അങ്കമാലി മാങ്ങക്കറിയും പോർക്കും ആയിരുന്നു മറ്റൊരു സ്പെഷ്യൽ. യേസുവിന് ഗിഫ്റ്റുകൾ മാറി മാറി കിട്ടിക്കൊണ്ടേയിരുന്നു. സാൽമൺ വറ്റിച്ചത്, ബീഫ് ഉലർത്തിയത്, പോർക്ക്, പിന്നെ എയർ ഫ്രൈ ചെയ്ത ചിക്കനുമായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ. ഞങ്ങളെ കൊണ്ടുവിടാൻ ഏസുകുട്ടിയും വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങൾ ഈ കിടക്കുന്ന ഡബിൾ ഡെക്കർ ഒന്നി ബസ്സിലാണ് കോപ്പിയയ്ക്ക് പോകുന്നത്. ഈ സാൽമീന്ന് നേരെ കോപ്പിയ വന്നു. ഇവിടെ ഇനി 1 hour വെയിറ്റിംഗ് ഉണ്ട്. ഇനി തിരിച്ച് വീട്ടിലെത്തുമ്പം ഒരു ടൈം ആകുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇനി തിരിച്ച് ജോയിൻസു. ഇനി അടുത്ത ദിവസം കാണാം അടുത്ത വീഡിയോ ആയിട്ട്. ബൈ ബൈ.